ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ എത്ര സമയം പ്രാർത്ഥിക്കണം? എപ്പോഴാണ് പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടത്? ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ മതിയോ? ഒരാഴ്ചയോ ഒരു മാസമോ പ്രാർത്ഥിച്ചാൽ മതിയാകുമോ? നമ്മുടെ കർത്താവ് പറയുന്നത് മറുപടി കിട്ടുന്നതുവരെ പ്രാർത്ഥിക്കണമെന്നാണ്. മാതാപിതാക്കളോട് മക്കൾ നിർബന്ധിക്കുന്നതുപോലെ ദൈവത്തോട് നാം നിർബന്ധമായി പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞ ഒരു ഉപമയിൽ, ഒരാളുടെ ഭവനത്തിൽ രാത്രി സമയം ചില വിരുന്നുകാർ വന്നു. അവർക്ക് കൊടുക്കുവാൻ ആ വീട്ടിൽ അപ്പമില്ലായിരുന്നു. അയൽക്കാരനോട് അപ്പം ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം അയാൾ അപേക്ഷ നിരസിച്ചു. എന്നാൽ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ വീട്ടുകാരൻ എഴുന്നേറ്റ് ആവശ്യമുള്ള അപ്പം കൊടുത്തു. നാം മടുക്കാതെ പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി തരാതിരിക്കില്ല. നാം നമ്മുടെ ആവലാതികൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ആവർത്തിച്ചു പറഞ്ഞാൽ തീർച്ചയായും മറുപടി ലഭിക്കും. മോശ പ്രാർത്ഥിച്ചു. ചെങ്കടൽ രണ്ടായി വിഭജിക്കപ്പെട്ടു. ഏലിയ കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് മഴയ്ക്കായി 7 പ്രാവശ്യം ആവർത്തിച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ മഴ പെയ്തു. ഹഡ്സൺ ടെയ്ലർ ചൈനയിലേക്ക് ആദ്യം യാത്ര ചെയ്തത് ഒരു പായ്ക്കപ്പലിലായിരുന്നു. യാത്രാമധ്യേ ഒരു ദിവസം കടലിൽ കാറ്റില്ലാതായി. കപ്പിത്താൻ നിസ്സഹായനായി. ഹഡ്സൺ ടെയ്ലർ കപ്പിത്താനോട് താനും 3 സഹപ്രവർത്തകരും ചേർന്ന് കാറ്റിനു വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവർ ഒരു ക്യാബിനിൽ കടന്ന് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് കടലിൽ കാറ്റടിക്കുവാൻ തുടങ്ങി. ഇതു കണ്ടവരെല്ലാം അത്ഭുതപ്പെട്ടു. എന്നാൽ ആ 4 പേർ മാത്രം അത്ഭുതപ്പെട്ടില്ല. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം കാറ്റടിപ്പിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഫലം നിശ്ചയമാണ്. യോഹന്നാൻ 14:13. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.